ജംഹൂൺ ഹാജിനെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പോലീസുകാരെല്ലാം അവിടെ വരുന്നത്. കൂടുതൽ ഹാക്കിങ്ങും ഉണ്ട്. ഡയറക്ടർ ജിയെ അവിടെ ഗ്യാരേജിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. ഇവർ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവൻ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവനെ കീഴ്പ്പെടുത്തി അവർ അറസ്റ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിറച്ച റിപ്പോർട്ടേഴ്സ് ആണ്. കേട്ടത് ശരിയാണോ, ഹാജിനെ ആരാണ് തട്ടിക്കൊണ്ടു പോയെന്നൊക്കെ ചോദിച്ചിട്ട് 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം വന്ന പോലീസുകാരൻ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തി വിശദമായിട്ടെല്ലാം പറയാന്ന് പറഞ്ഞിട്ട് കയറിപ്പോകും. അതിന് പുറകെയാണ് 2 പോലീസുകാർ ഡയറക്ടർ ജിയെ പിടിച്ചോണ്ട് വരുന്നത്. ഹാറ്റ് വെച്ചിട്ട് മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ജോയിന്റെ ഇടയ്ക്ക് മൈക്ക് വെച്ചിട്ട് ആ ഹാറ്റ് അങ്ങ് തട്ടി മാറ്റും ആളുടെ മുഖം കാണാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് എല്ലാവരും അത് ഡയറക്ടർ ജി ആണെന്ന് തിരിച്ചറിയുന്നത്. നിങ്ങളാണോ ഹാജിനോട് ഇത് ചെയ്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ ബഹളം അവിടെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടി ഇവൻ ചിരിച്ചുകൊണ്ടാണ് കയറി പോകുന്നത്. ചൂളിനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുവാണ്. അവന് ലക്ഷൂറിയസ് ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേകമായ ക്രേസ് ഉണ്ട്, ഗാംബ്ലിംഗ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ പൈസ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഹാദിന്റെ ഓരോരോ സാധനങ്ങൾ മറിച്ച് വിൽക്കുന്നത്. അവർക്ക് സ്പോൺസേർഡ് ആയിട്ട് കിട്ടുന്ന ഡ്രസ്സും ജ്വല്ലറിയും എല്ലാം ഇവൻ അങ്ങനെ പതുക്കെ പതുക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയി അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാനിത് ഹാദിനോട് പറയാനിരിക്കുകയായിരുന്നു, ഞാൻ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു, എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ടിവിയിൽ കാണുന്നത് ഡയറക്ടർ ജി ആണ് ഹാജിനെ തട്ടിക്കൊണ്ടു പോയതെന്ന്. ഫുഡൊന്നും കഴിക്കാതെ ആ ക്ഷീണത്തിലും ടെൻഷനിലും എല്ലാം അവൾ ബോധം കെട്ട് വീഴും. അങ്ങനെ ഹാജിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ ഫാൻസിന്റെ വക അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെ ഹാജിന് സന്തോഷമാണ്. ആങ്കർ ലീ എവിടെയും ചോദിക്കുമ്പോൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് ഹാക്കിംഗ് പറയും. വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോളൂ എന്ന് ഹാക്കിംഗ് പറയുന്നുണ്ട്. വേണ്ട, എന്നെ വിളിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നാണ് ഹാജിൻ പറയുന്നത്. ഡയറക്ടർ ജിയുടെ വീട്ടിൽ നിന്ന് ആ ഫോട്ടോ ജംഹൂൺ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് പഴയതുപോലെ അവന്റെ ഡ്രോയറിൽ സൂക്ഷിച്ചു വെക്കും. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ടേയൂൺ ജംഹൂണിനെ വിളിക്കും. ടേയൂണിന്റെ അടുത്താണല്ലോ അവൻ സംശയം പറഞ്ഞത് ഡയറക്ടർ ജിയെ പറ്റി. നിന്റെ സംശയങ്ങളൊക്കെ സത്യമായിട്ട് വന്നല്ലോ എന്നെല്ലാം ചോദിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹാജിനെ ഒന്ന് വിളിക്കണം എന്നാണ് ജംഹൂൺ പറയുന്നത്. മിസ്റ്റർ കിമ്മും മിസ്റ്റർ ഓയും കൂടി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ഫ്രണ്ടിൽ അന്ന് വന്ന് നിന്ന ഒരാളാണ് ഹാജിന്റെ സ്റ്റോക്കർ എന്ന്. അവനെടുത്ത ഫോട്ടോസ് ഒക്കെ ഇവിടെ, ഞാനത് കത്തിച്ച് കളയട്ടെ എന്ന് മിസ്റ്റർ കിം പറയുന്നുണ്ടേ. ഞാനതൊക്കെ നേരത്തെ തന്നെ കളഞ്ഞു എന്ന് മിസ്റ്റർ ഓയ് തിരിച്ചു പറയും. നമുക്ക് ഹാജിനെ ഒന്ന് കാണാൻ പോകണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്നാണ് ഇത്രയും ക്ലോസ് ആയത്, നമ്മൾ പോയി ഇപ്പൊ കാണുകയൊന്നും വേണ്ട, ജംഹൂൺ വരുമ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം, അതിനുശേഷം പോയി കാണാമെന്ന് മിസ്റ്റർ ഓയ് പറയും. പിന്നെ ജംഹൂൺ വരുന്നുണ്ടേ നേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം എന്നും പറയും. ജംഹൂണിന്റെ കോളിന് വേണ്ടിയിട്ട് ഹാജിൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും അങ്ങോട്ടേക്കല്ലേ ആദ്യം വിളിക്കുന്നത്, ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്തോളൂ. ജംഹൂൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പോലീസുകാർക്ക് ആ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. എല്ലായിടത്തും ഹാജിനെ നോക്കി നടക്കുകയായിരുന്നു. അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ജംഹൂൺ ഇതിനെപ്പറ്റി അന്വേഷിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായെന്നൊക്കെ ഹാക്കിംഗ് പറയുന്നുണ്ട്. പക്ഷേ ഹാജിനാണെങ്കിൽ വിളിക്കുന്നില്ല, വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണെന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അന്നേരം ഹാക്കിങ്ങിന് റിപ്പോർട്ടർ ജോയുടെ മെസ്സേജ് വരും. എന്നാലും എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും എന്നെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി, നമ്മൾ ക്ലോസ് അല്ലേ, ഞാൻ എന്റെ ഫ്ലാറ്റ് പോലും നിങ്ങൾക്ക് താമസിക്കാനായിട്ട് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണുമ്പോൾ തന്നെ പരാതി പറയാനായിട്ട് തുടങ്ങും റിപ്പോർട്ടർ ജോ. അന്നേരം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി നല്ല ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഹാക്കിംഗ് അവനെ വിളിച്ചുകൊണ്ട് പോകും. അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ന്യൂസിൽ ഡയറക്ടർ ജിയെ അറസ്റ്റ് ചെയ്തതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നോക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ടാണ് കയറി പോകുന്നത്. അത് കാണുമ്പോൾ ഹാക്കിങ്ങിന് ദേഷ്യം വരും. എന്റെ കൈ കിട്ടിയപ്പോൾ 2 കൊടുക്കാനുള്ളതായിരുന്നു, എനിക്ക് 2 കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ അവളിങ്ങനെ ദേഷ്യത്തിൽ പറയും. ഹാക്കിങ്ങിന്റെ ദേഷ്യം മാറാനായിട്ട് റിപ്പോർട്ടർ ജോ അവളെ വിളിച്ചുകൊണ്ട് ഗെയിംസ് ഒക്കെ കളിക്കാനാണ് പോകുന്നത്. എല്ലാത്തിലും ഹാക്കിംഗ് ആണ് സ്കോർ ചെയ്യുന്നത്. ലാസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും റിപ്പോർട്ടർ ജോ ആണ് വിൻ ചെയ്യുന്നത്. അവനപ്പോൾ ഒരു സ്റ്റഫ്ഡ് ടോയ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് റിപ്പോർട്ടർ ജോ ഹാക്കിങ്ങിന് കൊടുക്കും. പുറത്തു വരെ വന്നെന്ന് ഹാജിന് മനസ്സിലാവും. ജംഹൂൺ ആയിരിക്കും അവൾ പ്രതീക്ഷിക്കും. പക്ഷെ ബർത്ത്ഡേ കേക്കും കൊണ്ട് ഹാക്കിങ്ങും റിപ്പോർട്ടർ ജോയും മിസ് പാർക്കും കൂടിയാണ് വന്നത്. അവര് കേക്ക് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും പുറകെ മിസ്റ്റർ കിമ്മും വരും. കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ഹാജിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നു കഴിയുമ്പോഴാണ് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നത്. അറിഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജംഹൂൺ എവിടെയും ചോദിക്കും. അവൻ ഓഫീസിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നതെന്നും പറയും. അതിന് ഹാജിൻ മറുപടി ഒന്നും പറയത്തില്ല. ജംഹൂൺ ഒന്ന് താമസിച്ചാണ് ഓഫീസിലേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ മുഖത്തെ മുറിവാണ് മിസ്റ്റർ ഓയ് ശ്രദ്ധിക്കുന്നത്. ഡയറക്ടർ ജി ചെയ്തതാണോ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. എന്തായാലും മുറിവിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് മിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നത്. പിന്നീട് ഹാജിൻ എന്തിയെ ഹോസ്പിറ്റലിലാണോ, ആള് നല്ല ഷോക്ക്ഡ് ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കൺസേണോടുകൂടിയാണ് മിസ്റ്റർ അവളെ പറ്റി സംസാരിക്കുന്നത്. തൽക്കാലം കുഴപ്പമൊന്നുമില്ല, അവർ ഒബ്സർവേഷനിൽ വെച്ചേക്കുവാണെന്ന് അവൻ പറയും. അപ്പൊ അന്നത്തെ ദിവസം ഹാജിനെ തട്ടിക്കൊണ്ടു പോയതിനെ പറ്റിയുള്ള ന്യൂസാണ്
ജംഗൂണ് വായിക്കേണ്ടത്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് മിസ്റ്റോയ്ക്ക് അറിയണം. കുഴപ്പമൊന്നുമില്ല, ഞാൻ വായിച്ചോളാം എന്ന് അവൻ മറുപടി പറയും. ഫേസ് റിവീൽ ചെയ്തത് റിപ്പോർട്ടർ ജോ ആണല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നൊക്കെ വിചാരിച്ചിട്ട് ജംഗൂണിന്റെ അടുത്തേക്ക് അവൻ വരും. ഞാൻ നന്നായിട്ട് തന്നെയല്ലേ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഹാക്കിങ്ങിന്റെ കൂടെ ഞാൻ ഹാദിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ഹാദിൻ നന്നായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പോകും. അന്നേരമാണ് ജംഗൂൺ ഇത് അറിയുന്നത്. പക്ഷെ അവൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കത്തില്ല. ഹോസ്പിറ്റലിൽ നിന്നിട്ട് സെങ്ഹോ ന്യൂസ് കാണും. ഡയറക്ടർ ജിയെ അറസ്റ്റ് ചെയ്തു എന്ന് കാണുന്നുണ്ട് തന്നെ ജംഗൂണാണ് അവനെ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് അയാൾക്ക് മനസ്സിലാവും. സെങ്ഹോയെ തേടി പിടിച്ച് ഡയറക്ടർ ജി മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന് കാണും. നിങ്ങളല്ലേ സെയ്യൂണിനെ കൊന്നത്, പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഹാദിനെ ഡേറ്റ് ചെയ്യുകയാണ് ജംഗൂൺ. ഇപ്പോൾ നിങ്ങൾക്ക് അയാളോട് പ്രതികാരം വീട്ടണ്ടേ? എന്തൊക്കെയാണ് ജംഗൂണിന്റെ അടുത്ത് നിങ്ങൾ ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഹാദിനുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആവും. എനിക്ക് എന്റെ ഹാദിനെയും കിട്ടും, നിങ്ങൾക്ക് പ്രതികാരവും ചെയ്യാന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അയാൾ ചെയ്തിരുന്നത്, എങ്ങനെയൊക്കെയാണ് ഫോട്ടോസ് അയച്ചതെന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ ഇവൻ കോപ്പി ചെയ്യുമായിരുന്നു. അപ്പൊ ഇവനെ അറസ്റ്റ് ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഹാദിനുമായിട്ട് ഒന്നിക്കാനായിട്ട് പോവുകയാണോ, അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഇയാളിങ്ങനെ ന്യൂസ് കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കും. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ സങ്കടം ഹാദിനുണ്ടെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. പേടിക്കേണ്ട കാര്യമില്ല, അയാളെ പിടിച്ചല്ലോ, ഇനിയിപ്പോ വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ഇവള് പറയും. അതല്ലാന്ന് ഇവളുടെ മുഖം കാണുന്നുണ്ടേ ഹാക്കിങ്ങിന് മനസ്സിലാവും. അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കും എന്തുകൊണ്ടാണ് ആങ്കർ ലീയെ വിളിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്റ്റോക്കർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലാണ് നന്നായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് ജംഗൂൺ. ഇപ്പൊ സ്റ്റോക്കറിനെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്തല്ലോ, പിടിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഹാദിൻ പറയും. അങ്ങനെ ഹാദിനെ വിളിച്ചുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് വരും. അവിടെ വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹാക്കിങ് തിരിച്ചു പോകും. ആരോ വരുന്ന സൗണ്ട് കേട്ടിട്ട് ഹാക്കിങ് പെട്ടെന്ന് തിരിച്ചു വന്നാണെന്ന് വിചാരിച്ച് ഹാദിൻ നോക്കുന്നുണ്ട്. കാണുന്നത് ആങ്കർ ലീയെയാണ്. ചിരിച്ചോണ്ടാണ് അവൻ വരുന്നത്. പക്ഷെ ഇവൾ അനങ്ങത്തില്ല. എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും എന്തുകൊണ്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വിളിക്കാഞ്ഞത്? ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യം പോലും എന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ എത്ര നേരം ഇയാളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്ന് അറിയാമോ എന്നൊക്കെ ഇവള് തിരിച്ചു ചോദിക്കും. അപ്പം കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് ജംഗൂൺ പറയുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ജംഗൂൺ വന്നേക്കുന്നത്. തുറന്നു നോക്കാനായിട്ട് പറയും. അവൾ തുറന്നു നോക്കുന്നുണ്ടെ കുറെ ചെടിയും അതും ഇതൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്ത് വാങ്ങിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് വാങ്ങിച്ചതാണെന്ന് പറയും. നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചിരിക്കുന്നൊന്നുമില്ല, സാധാരണ പോലെ സന്തോഷമൊന്നും കാണിക്കുന്നില്ല. എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. പക്ഷെ ആ സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് ജംഗൂൺ ചോദിക്കും. ഉടനെ ഇവള് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ടോ, ഞാൻ താങ്ക്ഫുള്ളും ആണ്. പക്ഷെ എല്ലാം ഇതുകൊണ്ട് അവസാനിക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അന്നും ഇതുപോലെ ആയിരുന്നു. നമ്മള് ഈ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് തുടങ്ങിയത് തന്നെ എനിക്ക് ഇയാളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിനുശേഷമാണ് സ്റ്റോക്കറുടെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടി മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചത്. സ്റ്റോക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ അത്രയും കൺസേണോടുകൂടി എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റോക്കറെ പിടിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇയാൾ പോകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയും. അതോർത്ത് ഇയാൾ ഇനി പേടിക്കണ്ട, അങ്ങനെ ഞാൻ ഇനിയും ഗുഡ് ബൈ പറഞ്ഞ് പോകാനായിട്ട് പോകുന്നില്ല, ഇനി എപ്പോഴും ഇയാളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ജംഗൂൺ ഹാദിന്റെ അടുത്ത് പറയും. ഞാൻ കേട്ടത് സത്യമാണല്ലോ, അതൊരു പ്രോമിസ് ആണല്ലോ, ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യത്തില്ലെന്നല്ലോ എന്ന് ഹാദിൻ ചോദിക്കുന്നുണ്ടേ. ഇല്ല എന്ന് അവൻ ഉറപ്പ് കൊടുക്കും. അത് കേട്ട് കഴിയുമ്പോഴാണ് ഹാദിൻ ഒന്ന് ചിരിക്കുന്നത്. അന്നേരം ജംഗൂൺ ഹാദിന് ബർത്ത്ഡേ വിഷ് ചെയ്യും.